ഹായ് ജെമിനി, സുഖമാണോ? ഹലോ ജെമിനി, ഹൗ ആർ യു? അപ്പോൾ നമുക്ക് ബാക്കിയാണ്. ഓക്കെ, ഒരു പ്രസ്താവന ഞാനൊന്ന് കേൾപ്പിക്കട്ടെ. ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്താ? അവർ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ, നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണ്. വെയിറ്റ് റിവൈൻഡ് ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്താ? ലാലേട്ടൻ്റെ മുഖമുണ്ട്. എന്താടേ ലക്ഷ്മിയുടെ മുഖം ബ്ലറായിട്ടിരിക്കുന്നേ? യുവമാരാണല്ലോ സാരി കെട്ടി സ്ത്രീകൾ ഒരു സൈഡിൽ പുരുഷന്മാരെ മറ്റൊരു സൈഡിൽ ഇരുത്തുന്ന ടീമുകൾ. അല്ല, നീയൊക്കെ പിന്നെ എങ്ങനെയാണ് ഈ ബിഗ് ബോസ് കാണുന്നത്? അവിടെ സ്ത്രീകൾ ഈ വിസ്ഡം മണ്ടന്മാർ പറയുന്നത് പോലെ മറകെട്ടിയൊന്നും അല്ലാതെ ആണുങ്ങളുടെ അടുത്തിരിക്കുന്നുണ്ട്. സ്ത്രീയും പുരുഷനും ഒരേ കട്ടിലിൽ കിടക്കുന്നുണ്ട്. സ്ത്രീ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ യുവമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ സ്ത്രീകൾ കുട്ടിയുടുപ്പൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ കാണുന്നത് തെറ്റല്ലേ? പിന്നെ നീയൊക്കെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പാപമൊക്കെ ചെയ്ത് ഇത് കാണുന്നത്? വേറൊന്നുമല്ല, പാപം ചെയ്താലും കുറച്ച് വിദ്വേഷമൊക്കെ പ്രചരിപ്പിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണ്. ഓക്കെ ജെമിനി, ഇതിനെക്കുറിച്ച് എനിക്ക് അറിയേണ്ടത്, ഒരു പെൺകുട്ടി അവർ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഉള്ള ഒരു ഇടത്തിൽ അവർ പറഞ്ഞു ലെസ്ബിയൻ വിവാഹങ്ങൾ എന്നത് നോർമലൈസ് ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കണില്ല. അതെനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ കുഞ്ഞ് ലെസ്ബിയൻ വിവാഹം എന്നത് നല്ലൊരു സംഭവമാണെന്ന് മനസ്സിലാക്കേണ്ടതില്ല. ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ പറഞ്ഞത്. ഞാനൊരു അമ്മയാണ്, എൻ്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്, എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയാൻ ഒരു വ്യക്തിക്ക് അധികാരമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഒരു വ്യക്തിക്ക് റൈറ്റ് ഉണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. സ്വവർഗാനുരാഗ വിവാഹങ്ങളെക്കുറിച്ച് സ്വന്തം അഭിപ്രായം പറയാനും അത് തന്റെ കുട്ടിയെ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്കപ്പെടാനും ആ വ്യക്തിക്ക് അവകാശമുണ്ട്. എന്നാൽ ആ അവകാശം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെയും അവകാശങ്ങളെയും മാനിക്കേണ്ടതുണ്ട്. വിദ്വേഷം പ്രചരിപ്പിക്കാനോ വിവേചനം പ്രോത്സാഹിപ്പിക്കാനോ പാടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ ചോദിക്കാം. ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വർഗീയമായ പ്രചാരണമോ അല്ലെങ്കിൽ വംശീയമായ ആക്ഷേപമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കലോ ഒന്നും അല്ലല്ലോ. എന്നാൽ പിന്നെ ഞാൻ ചോദിക്കാം. ഡിയർ ജെമിനി, ലക്ഷ്മി ഇപ്പോൾ ഈ പറഞ്ഞത് ഹേറ്റ് സ്പീച്ചാണോ അതോ വെറും അഭിപ്രായമാണോ? അത്തരക്കാരെ എന്റെ വീട്ടിൽ കയറ്റില്ല, അവരെ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു അഭിപ്രായത്തേക്കാൾ ഉപരിയായി വെറുപ്പ് നിറഞ്ഞ പ്രസ്താവനയാണ്. ഇത്തരം വാക്കുകൾ ഒരു പ്രത്യേക വിഭാഗം ആളുകളോടുള്ള വിവേചനവും അവരെ സമൂഹത്തിൽ നിന്നകറ്റാനുള്ള മനോഭാവവുമാണ് കാണിക്കുന്നത്. LGBTQ കമ്മ്യൂണിറ്റിക്ക് സൊസൈറ്റിയിൽ വിസിബിലിറ്റി കൊടുത്താൽ അത് കുട്ടികളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമോ? ഇങ്ങനെയുള്ള ആളുകൾക്ക് സമൂഹത്തിൽ കൂടുതൽ ഇടം നൽകുന്നത് കുട്ടികളെ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളത് പലപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഒരു സംശയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. അവയുടെയെല്ലാം അടിസ്ഥാനത്തിൽ ഈ ആശങ്കകൾ ശരിയല്ലെന്നാണ്. LGBTQ+ ആളുകൾക്ക് സമൂഹത്തിൽ ഇടം നൽകുന്നത് കുട്ടികളെ ദോഷകരമായി ബാധിക്കില്ല, മറിച്ച് ഇതവരെ കൂടുതൽ സഹാനുഭൂതിയുള്ളവരും മറ്റുള്ളവരെ അംഗീകരിക്കാൻ മനസ്സുള്ളവരും തുറന്ന ചിന്താഗതിയുള്ളവരുമാക്കി മാറ്റും. ഇനി LGBTQനെ നോർമലൈസ് ചെയ്താൽ എന്ത് സംഭവിക്കും? LGBTQ+ ആളുകളെ സാധാരണക്കാരായി കണക്കാക്കുന്നത് ഒരു സമൂഹത്തിൽ പല നല്ല മാറ്റങ്ങൾക്കും വഴിയൊരുക്കും. LGBTQ+ വിഭാഗത്തിലുള്ള പലരും വിവേചനം, ഒറ്റപ്പെടൽ, കളിയാക്കലുകൾ എന്നിവ കാരണം വിഷാദം, ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട്. സമൂഹം അവരെ അംഗീകരിക്കാൻ തുടങ്ങിയാൽ ഈ പ്രശ്നങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൽ എത്ര അംഗരാജ്യങ്ങൾ ലെസ്ബിയൻ വിവാഹങ്ങളെ നിയമപരമാക്കിയിട്ടുണ്ട്? ആകെ 35 രാജ്യങ്ങൾ സ്വവർഗ വിവാഹം നിയമപരമാക്കിയിട്ടുണ്ട്. ഈ LGBTQനെ ഡീക്രിമിനലൈസ് ചെയ്ത രാജ്യങ്ങൾ ലോകത്ത് എത്ര എണ്ണമുണ്ട്? ഇന്നത്തെ കണക്കുകൾ പ്രകാരം ലോകത്ത് 130-ലധികം രാജ്യങ്ങൾ സ്വവർഗ ലൈംഗിക ബന്ധം കുറ്റകരമല്ലാതാക്കി. അതേസമയം 60-ലധികം രാജ്യങ്ങളിൽ ഇതിപ്പോഴും കുറ്റകരമാണ്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. LGBTQ, ഈ ഒരു LGBTQ ലെവലിലുള്ള മനോനിലകൾ അതൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ്, അത് മാനസിക രോഗമാണ് എന്ന് DSM പോലെയുള്ള വളരെ ആധികാരികമായ രേഖകൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സ്വവർഗാനുരാഗത്തെ 1973 DSMൽ നിന്ന് നീക്കം ചെയ്തെങ്കിലും അതിനു മുമ്പ് അതിനെ ഒരു മാനസിക രോഗമായി കണക്കാക്കിയിരുന്നു. LGBTQ കമ്മ്യൂണിറ്റിയെ DSMൽ മെന്റൽ ഇൽനെസ് എന്നും പറഞ്ഞ് ആഡ് ചെയ്തത് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹോമോസെക്ഷുവാലിറ്റിയെ, സ്വവർഗ ലൈംഗികത, ഒരു മാനസിക രോഗമായി ഉൾപ്പെടുത്തിയതിനു പിന്നിൽ പ്രത്യേക പഠനങ്ങളോ ശാസ്ത്രീയപരമായ കണ്ടെത്തലുകളോ ഉണ്ടായിരുന്നില്ല. മറിച്ച് അക്കാലത്തെ സാമൂഹിക കാഴ്ചപ്പാടുകളും സദാചാര സങ്കല്പങ്ങളുമാണ് ഇതിന് കാരണമായത്. ഈ നീക്കം ചെയ്യലിന് എന്തെങ്കിലും ആക്ടിവിസങ്ങളോ സമരങ്ങളോ പ്രതിഷേധങ്ങളോ ഒക്കെ കാരണമായിട്ടുണ്ടോ? തീർച്ചയായും.
സ്വവർഗാനുരാഗത്തെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്ന നിരവധി സംഘടനകൾ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെയെല്ലാം ഫലമായാണ് DSMൽ നിന്ന് സ്വവർഗാനുരാഗത്തെ നീക്കം ചെയ്തത്. എന്തൊക്കെ പഠനം റിഫർ ചെയ്താണ് DSMൽ നിന്ന് LGBTQ മെന്റൽ ഇൽനെസ് അല്ല എന്ന് പറഞ്ഞ് മാറ്റിയത്? LGBTQ+ എന്നത് ഒരു മാനസിക രോഗമല്ല എന്ന് തെളിയിക്കുന്നതിന് പല പഠനങ്ങളും സഹായകമായിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് എവ്ലിൻ ഹുക്കർ 1957 നടത്തിയ പഠനമാണ്. ഈ പഠനത്തിൽ അവർക്കൊരു പ്രധാന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. സ്വവർഗാനുരാഗികളായ ആളുകളും അല്ലാത്ത ആളുകളും മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ വ്യത്യാസങ്ങളൊന്നും കാണിച്ചില്ല. ഈ പഠനത്തിനു ശേഷം സ്വവർഗാനുരാഗം ഒരു മാനസിക വൈകല്യമായി കണക്കാക്കാനുള്ള ശാസ്ത്രീയപരമായ തെളിവുകൾ ഇല്ലാതായി. ഓക്കെ, ഈ ഡിസ്ഫോറിയക്കുള്ള സാമൂഹികമോ അല്ലാത്തതോ ആയ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഡിസ്ഫോറിയയ്ക്ക് കൃത്യമായ കാരണങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ജനിതകപരമായ കാരണങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, തലച്ചോറിലെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവ കാരണമായേക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടാതെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവയും ഒരു പങ്കുവഹിച്ചേക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഈ ഒരു ഡിസ്ഫോറിയയിലേക്ക് കൊണ്ടുപോകാനുള്ള, ഞാൻ ആണാണോ പെണ്ണാണോ എന്ന സംശയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അത് വളരെ ഗുരുതരമാണ്. LGBTQ നോർമലായാൽ അത് കുട്ടികളെ ജെൻഡർ ഡിസ്ഫോറിയയിലേക്ക് നയിക്കുമോ? LGBTQ+ സാധാരണമാവുകയാണെങ്കിൽ അത് കുട്ടികളിൽ ലിംഗപരമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നുവരാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ നടന്ന പഠനങ്ങളും ശാസ്ത്രീയ കണ്ടെത്തലുകളും പറയുന്നത് നേരെ വിപരീതമാണ്. LGBTQ+ വ്യക്തികളെ സമൂഹത്തിന്റെ ഭാഗമായി അംഗീകരിക്കുകയും അവരെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും ചെയ്യുന്നത് കുട്ടികളിൽ ലിംഗപരമായ ആശയക്കുഴപ്പമല്ല, മറിച്ച് കൂടുതൽ തുറന്ന മനസ്സും സഹാനുഭൂതിയും അംഗീകാരവും വളർത്താൻ സഹായിക്കും. ജെമിനായി തന്ന ഉത്തരമെല്ലാം ക്ലിയർ അല്ലേ? എൻ്റെ പൊന്നിക്ക, ഈ ജെമിനായി എന്ന് പറയുന്ന സാധനം വിസ്ഡത്തിൻ്റെ സ്വത്തൊന്നുമല്ല. ഇത് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. ചോദിക്കേണ്ട ചോദ്യമെല്ലാം കൃത്യമായിട്ട് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് മറുപടി തരും. പക്ഷെ ചോദിക്കണം. ചിലപ്പം മറുപടികൾ ഇവന്മാർക്ക് ദഹിക്കാൻ സാധ്യതയല്ല. അതുകൊണ്ട് ദഹിക്കുന്ന മറുപടികൾ കിട്ടുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. ബാക്കിയെല്ലാം നൈസായിട്ട് അങ്ങ് മുക്കും. പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക വിദ്വേഷം സ്പ്രെഡ് ചെയ്യാനായിട്ട്.